ആയുർവേദ ചികിത്സാരംഗത്ത് 4 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ബദരീനാഥ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മൊടപ്പല്ലൂർ ബ്രാഞ്ച് പുതിയ ഇരുനില മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കിടത്തി ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയ ആധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് മൊടപ്പല്ലൂർ ചെല്ലുപടി KRM എയ്ഡഡ് LP സ്കൂളിന് എതിർവശത്ത് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. 44 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ബദരീനാഥ് ആയുർവേദ ഹോസ്പിറ്റൽ മുടപ്പല്ലൂർ മേഖലയിൽ കഴിഞ്ഞ 11 വർഷമായി ചികിത്സാ സേവനങ്ങൾ നൽകി വരികയാണ്. രോഗികൾക്ക് കൂടുതൽ മികച്ച സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മന്ദിരത്തിലേക്ക് പ്രവർത്തനം വിപുലീകരിച്ചത്. നിലവിൽ സ്ഥാപനത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 9 ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം TM ശശി MLA നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിന്റെ സ്ഥാപനം തുടങ്ങുന്നു എന്നതാണ്. സത്യത്തിൽ ഇവിടെ 1-2 വർഷമായി രണ്ട് വർഷമായെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് വരെ നേരിട്ട് കാണാൻ പറ്റിയില്ല. ഈ പ്രോഗ്രാമിന്റെ ക്ഷണവുമായി ബന്ധപ്പെട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ എനിക്കൊരു വ്യക്തിപരമായ ഒരു ആരോഗ്യ പ്രശ്നം, ഈ അലർജിന്റെ ഒക്കെ പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച പോയപ്പോഴാണ് നേരിട്ട് കാണും. മരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഈ ആയുർവേദ മരുന്ന് കുറെ കാലമായിട്ട് ഉപേക്ഷിച്ച് പറഞ്ഞാൽ അതിന്റെ സമയ പ്രശ്നം ഉണ്ടല്ലോ, അതിന്റെ ഒരു ചടങ്ങുണ്ടല്ലോ. മരുന്ന് കഴിക്കുന്ന ഒരു ചടങ്ങാണ് ആയുർവേദ മരുന്ന് കഴിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഞാൻ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ആയുർവേദം എന്നത് ഏറ്റവും ഫലപ്രദമായ മനുഷ്യന്റെ ആരോഗ്യത്തിന് പറ്റുന്ന ഒരു സാധനം. പ്രായമുള്ളവരാണ് അതിന് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. നേരത്തെ അവർക്ക് സമയമെടുത്ത് കൈകാര്യം ചെയ്യാനുള്ള സമയമൊക്കെ അവർക്കുണ്ട്. ചെറുപ്പക്കാർ പൊതുവെ എല്ലാം അങ്ങനെയാണല്ലോ, ഒത്തിരി വേഗം എല്ലാം നടക്കണം. അതിന്റെ ഒരു മടി കൊണ്ടും പിന്നെ അതിന്റെ ഒരു ചടങ്ങ്, മരുന്ന് കഴിക്കുന്ന ചടങ്ങായതുകൊണ്ട് ഒഴിവാക്കിയതാണ്. പക്ഷെ ഞാനിപ്പോ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് തുടർച്ചയായി മരുന്ന് കഴിക്കുന്നു. ഇത് മാറ്റേണ്ടത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. സ്ഥാപനത്തിന്റെ വളർച്ചായാത്രയും ചികിത്സാ സേവനങ്ങളുടെ പ്രത്യേകതകളും ഫൗണ്ടറും ചെയർമാനുമായ CR രാജൻ വിശദീകരിച്ചു. ഞങ്ങളുടെ നേരിട്ടുള്ള 4ാമത്തെ ബ്രാഞ്ചും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള 9ാമത്തെ ബ്രാഞ്ചുകളും കൂടിയാണ്. കഴിഞ്ഞ 44 വർഷമായിട്ട് ചികിത്സാരംഗത്തുള്ള ഞങ്ങൾ ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. വിവിധ തരം രോഗങ്ങൾക്കുള്ള കിടത്തി ചികിത്സാ സൗകര്യത്തോടു കൂടി 32 ബെഡിൻ്റെ ഹോസ്പിറ്റലാണ്. ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ രോഗങ്ങൾക്കും ഏതൊരു രോഗങ്ങളാണോ അതിനെല്ലാം ആയുർവേദത്തിൽ മരുന്നുണ്ട്. അപ്പോൾ അത്തരം എല്ലാ ചികിത്സകൾക്കും തീർച്ചയായിട്ടും ഞങ്ങൾ സമീപിക്കാം. തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൻ്റെ സേവനം എല്ലാവരും പ്രയോജനപ്രദമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ. ആയുർവേദ ചികിത്സാരംഗത്ത് ആധുനിക സൗകര്യങ്ങളും പാരമ്പര്യ ചികിത്സാരീതികളും സംയോജിപ്പിച്ച് രോഗികൾക്ക് കൂടുതൽ സമഗ്രമായ സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP എറണാകുളം ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ കോൺട്രാക്ടർ കുഞ്ഞുമോൻ, രോഗി ബേബി, സ്റ്റാഫ് അംഗം മഞ്ജുള എന്നിവരെ ആദരിച്ചു. ഓരോ കാര്യത്തിനും ഒരു പിഴവ് പോലും കൂടാതെ നമ്മുടെ കൂടെ സപ്പോർട്ടായി നിന്നതിന് ഒരുപാട് നന്ദി. നല്ലൊരു കൈയടി തീർച്ചയായും നമ്മൾ സാറിന് നൽകേണ്ടതാണ്. ഒരുപാട് നന്ദി സാർ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു തണലായി നമ്മുടെ പാലക്കാടിന്റെ മണ്ണിലേക്കും ആയുർവേദത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നന്മ എത്തിച്ചു തന്നതിന് ഒരു കർത്തവ്യം ഏർപ്പിക്കുമ്പോൾ പോലും ബ്ലോക്ക് മെമ്പർ CV വേലുക്കുട്ടി, വാർഡ് മെമ്പർ V സന്തോഷ്, BJP ജില്ലാ സെക്രട്ടറി KV പ്രസന്നകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, KVVES ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രകാശൻ അയ്യപ്പാസ്, CPM ലോക്കൽ സെക്രട്ടറി R ഗംഗാധരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രചന നന്ദി അറിയിച്ചു. പുതിയ ഇരുനില കെട്ടിടത്തിൽ 32 കിടക്കകളുള്ള കിടത്തി ചികിത്സാ വിഭാഗം സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ദീർഘകാല ചികിത്സയും പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള ആയുർവേദ ചികിത്സകളും കൂടുതൽ സൗകര്യപ്രദമായി ലഭ്യമാകും.
വിശാലമായ ചികിത്സാമുറികൾ, രോഗികൾക്ക് അനുയോജ്യമായ ശാന്തമായ അന്തരീക്ഷം, ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയും പുതിയ മന്ദിരത്തിന്റെ പ്രത്യേകതകളാണ്. മുടപ്പല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള ആയുർവേദ ചികിത്സ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് പുതിയ കേന്ദ്രം സഹായകമാകും. ചികിത്സാ സേവനങ്ങൾ വിപുലീകരിക്കുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് പിന്തുണ നൽകുന്നതിലും ഈ വികസനം ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണ്. UTV ന്യൂസ്, പാലക്കാട്.